ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു സ്മാൾ സൈസ് ഹാൻഡ് ബാഗാണ് ചെയ്യുന്നത്. ഇപ്പോൾ സാരി ബ്ലൗസിൻ്റെ ബാലൻസ് കുറച്ച് തുണി കൊണ്ടാണ് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നമുക്കതിൻ്റെ അളവ് നോക്കാം. 12.5 ഇഞ്ചാണ് ഇതിൻ്റെ വീതി. നീളം 22 ഇഞ്ചസാണ്. നീളം 22 ഇഞ്ചാണ്. ഇപ്പോൾ 3 ലെയറായിട്ടാണ് ഞാൻ മിഡിൽ ഭാഗത്ത് ഫോം ഷീറ്റാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ശേഷം ലൈനിങ്ങും കൂടി. അപ്പോൾ ഈ 3ഉം കൂടി സ്ലിപ്പാകാതിരിക്കാൻ ഇടയ്ക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾക്ക് ഒരു 1-1.5 ഇഞ്ച് ആ അളവിൽ നമ്മൾക്കൊന്ന് ലൈനായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കറക്റ്റ് ലെവലിന് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് രണ്ടായിട്ട് അതൊന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം മടക്കി വെച്ചതിന് ശേഷം നമ്മൾക്ക് 4 കോർണറിലും 1.5 ഇഞ്ചസാണ്. 1.5 ഇഞ്ച് 4 കോർണറിലും ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അത് കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് മാറ്റുക. 1.5 ഇഞ്ചാണ്. ഇപ്പോൾ 4 സൈഡും വരച്ചതിന് ശേഷം അത് കട്ട് ചെയ്ത് മാറ്റി ണ്ട്. ഇനി നമുക്ക് ഹാൻഡിൽ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് മുകളിൽ നിന്ന് താഴോട്ട് 2.5 ഇഞ്ചെന്ന് മാർക്ക് ചെയ്ത് അവിടെ ഒന്ന് വര കൊടുക്കുക. ശേഷം നമുക്ക് ഹാൻഡിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 2 സൈഡിൽ നിന്നും 4 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുക. ഇപ്പോൾ 2 സൈഡിൽ നിന്ന് നമ്മൾ 4 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തു. മുകളിൽ നിന്ന് താഴേക്ക് നമ്മൾ 2.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ശേഷം ഹാൻഡിൽ 17 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 17 ഇഞ്ചിൻ്റെ 2 ഹാൻഡിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് 2.5 ഇഞ്ചിൻ്റെ ഒരു ലൈൻ ലൈൻ കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ 4 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് ഈ ഹാൻഡിലിൻ്റെ നല്ല വശവും ക്ലോത്തിൻ്റെ നല്ല വശവും കൂടി ചേർത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ അറ്റം കാണാതിരിക്കാൻ വേണ്ടി മുകളിലോട്ട് വെച്ചൊന്ന് സ്ക്വയർ മാതിരി ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അറ്റം നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മുകളിലോട്ട് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്കത് കാണത്തില്ല, നല്ല ഭംഗിക്കിരിക്കും. ശേഷം നമ്മൾക്ക് സിബ് വയ്ക്കണം. നമുക്ക് സിബ് വയ്ക്കുന്നതിന് മുന്നേ അവിടെ നമ്മൾക്കൊന്ന് പൈപ്പിങ് കൊടുക്കണം. കാരണം നൂലിങ്ങനെ ഇളകി പോകുന്ന ടൈപ്പാണ് മെയിൻ ഫാബ്രിക്. അപ്പോൾ 2 സൈഡിൽ നമ്മൾക്കൊന്ന് പൈപ്പിങ് കൊടുക്കാം. ഇപ്പോൾ 2 ഭാഗത്തും സിബ് വയ്ക്കാൻ വേണ്ടി നമ്മൾ പൈപ്പിംഗ് കൊടുത്തു കഴിഞ്ഞു. ഇനിയും സിബിൻ്റെ നല്ല വശവും ബാഗിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ശേഷം നമ്മളതിൻ്റെ അരികുവശം ആ ലൈനിങ് ഭാഗത്തോട്ട് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിച്ച് വെച്ച് തയ്ച്ചാൽ നമുക്ക് സിബ് ഇടുമ്പോൾ അത് ഡിസ്റ്റർബൻസ് ആവും. അപ്പോൾ ആ ലൈനിങ് ഭാഗത്തോട്ട് ചെന്ന് സ്റ്റിച്ച് ചെയ്യുക. ശേഷം അടുത്തത് ഇതുപോലെ തന്നെ ചെയ്യുക. ഞാൻ റണ്ണർ ഊരിയിട്ട് പറ്റത്തുള്ളൂ അവിടെ സ്റ്റിച്ച് ചെയ്യാൻ. അവിടെ ഇതുപോലെ തന്നെ ലൈനിങ് വശത്തോട്ട് അതിൻ്റെ അറ്റം ചേർത്ത് വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുക. ശേഷം നമുക്ക് റണ്ണർ ഇടാം. അതിൻ്റെ വയറ് സിബിൻ്റെ ആ വയറ് കുറച്ചൊന്ന് എടുത്തതിന് ശേഷം നമ്മൾക്ക് രണ്ടും കൂടി ഒരേപോലെ ചേർത്ത് വെച്ചതിന് ശേഷം നമുക്ക് റണ്ണർ ഇട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ. നമുക്ക് റണ്ണർ ഇട്ട് കഴിഞ്ഞു. ശേഷം നമ്മൾക്കിത് ജോയിൻ ചെയ്യണം. അപ്പം ഈ 2 സൈഡും ഫസ്റ്റ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് 2 സൈഡും ഒന്ന് ജോയിൻ ചെയ്യുക. ഇപ്പോൾ 1 പീസ് തുണിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വെഡ്ത്ത് 12.5 ഇഞ്ചാണ്. ലെങ്ത് 22 ഇഞ്ചിൻ്റെ ഒരു സ്ക്വയർ പീസിലാണ് ചെയ്തിട്ടുള്ളത്. ശേഷം നമ്മൾക്ക് 2 സൈഡും നമുക്കൊന്ന് പൈപ്പിങ് കൊടുക്കണം.
പൈപ്പിംഗ് കൊടുത്തു കഴിഞ്ഞു. ശേഷം നമ്മൾ ആ സ്ക്വയർ ഭാഗം ഒന്ന് നമുക്ക് ചേർത്ത് വെച്ചിട്ട് ആ പൈപ്പിംഗ് കൊടുത്ത ഭാഗം സിബിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് വരണം. അങ്ങനെ ചേർത്ത് വെച്ചിട്ടൊന്ന് നമുക്കത് ജോയിൻ ചെയ്യണം. അപ്പോൾ ഒരു വശം സിബിൻ്റെ ഓപ്പണാണ്. അപ്പോൾ ജസ്റ്റ് നമ്മളത് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ ആ സിബ് നേരെ ചേർത്ത് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ഇതേപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണത് നമ്മൾ ആ കട്ട് ചെയ്തത് 1.5 ഇഞ്ച് കട്ട് ചെയ്തതിൻ്റെ ആ ഭാഗത്ത് ഇതേപോലെ തന്നെ വെച്ച് ജോയിൻ ചെയ്യുക. പൈപ്പിംഗ് വെച്ച ഭാഗം സിബിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് അങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഒന്ന് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തതിന് ശേഷം ആ 2 ഭാഗവും സിബിൻ്റെ 2 സൈഡും ഇതുപോലെ തന്നെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് പൈപ്പിങ്ങും കൊടുക്കുക. അപ്പോൾ നമ്മൾക്ക് എല്ലായിടത്തും നമ്മൾക്ക് പൈപ്പിംഗ് കൊടുത്തു. ശേഷം നമ്മൾക്കിതിനെ നല്ല വശത്തോട്ട് ആക്കാം. ഇപ്പോൾ നമ്മുടെ ബാഗ് സ്റ്റിച്ചിങ് കഴിഞ്ഞു. നല്ലൊരു ഉപയോഗപ്രദമായൊരു ബാഗാണിത്. നമുക്ക് കുറച്ച് സമയം മതി. ഇപ്പോൾ ഫോം ഷീറ്റ് ഇല്ലെങ്കിൽ തന്നെയും ഒരു കവറിൻ്റെ ക്ലോത്ത് നോട്ട് വുവൺ മാതിരിയുള്ളൊരു കവറുണ്ട്. അതിൻ്റേത് വെച്ച് നമുക്ക് ഫോം ഷീറ്റിന് പകരം അത് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. കുറച്ച് തുണിയും മതി. നല്ലൊരു ബാഗ് തന്നെയാണ്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഓക്കെ, താങ്ക് യു.